നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമായ ചേനമ്പ് റെയിൽവേ പാലമാണ് പ്രധാനമന്ത്രി ഇന്ന് തുറന്നുകൊടുത്തത്. ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ എത്തിയത്. 3 പതിറ്റാണ്ടുകളിലേറെയായി നിർമ്മാണത്തിലിരുന്ന ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ലിങ്കാണ് പ്രധാനമന്ത്രി തുറന്നുകൊടുത്തത്. ചേനമ്പ് റെയിൽവേ പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽവേ പാലമായ അജ്ഞിഗഡ് പാലവും ഇതിന്റെ ഭാഗമാണ്. ഹിമാലയൻ മേഖലയിലെ തീവ്രമായ ഭൂമിശാസ്ത്രവും അസ്ഥിരമായ സാഹചര്യങ്ങളും കാരണം പൂർത്തിയാക്കാൻ ഏറെ വെല്ലുവിളികൾ നേരിട്ട എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ബാരമുള്ളയ്ക്കും ഖത്രയ്ക്കും ഇടയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജൂൺ 7 മുതൽ ആഴ്ചയിൽ 6 ദിവസവും ഈ സർവീസുകൾ ലഭ്യമാകും. റിയാസി ജില്ലയിലെ കൗരി ബക്കൽ എന്നീ വിദൂര ഗ്രാമങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചേനമ്പ് പാളം ചേനമ്പ് നദിക്ക് 359 മീറ്റർ മുകളിലായി ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ 1315 മീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനെയും ഭൂകമ്പ പ്രവർത്തനങ്ങളെയും അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പാലത്തിന് 120 വർഷത്തെ ആയുസ്സും 1486 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി 1904-ൽ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് ആദ്യമായി അംഗീകരിച്ചത്. 2002-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കീഴിലാണ് യഥാർത്ഥ നിർമ്മാണം ആരംഭിച്ചത്. അന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി പ്രാഥമിക ഫണ്ടുകൾ അനുവദിച്ചു. പദ്ധതിയുടെ പുരോഗതിക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടു. ആകെ 272 കിലോമീറ്ററിൽ 209 കിലോമീറ്ററും 4 ഘട്ടങ്ങളിലായാണ് കമ്മീഷൻ ചെയ്തത്. സംഗൽതാൻ മുതൽ റിയാസി വരെയുള്ള അവസാനത്തെ നിർണായകമായ 46 കിലോമീറ്റർ ദൂരം 2024 ഡിസംബറിൽ പൂർത്തിയാക്കി. ഇതിൽ വിപുലമായ തുരങ്ക നിർമ്മാണവും പാല നിർമ്മാണവും ഉൾപ്പെടുന്നു. അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചേ മതിയാവും. ഇതൊരു അത്ഭുതം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.